എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റോസിൻ്റെ കമ്പ് വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന റോസ് നാടൻ റോസുകളിൽ വേര് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പനിനീർ റോസ് എന്നറിയപ്പെടുന്ന ബേബി പിങ്ക് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളറുള്ള റോസാണ്. നമുക്കിനി നടീൽ വസ്തു എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. നടീൽ വസ്തു എന്ന് പറയുമ്പോൾ കമ്പ്. ഒരു കമ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് മെച്ചുറായ കമ്പ് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ തീരെ യങ്ങായിട്ടുള്ള കമ്പും ഉപയോഗിക്കാൻ പാടില്ല. ഇതിന് രണ്ടിനും ഇടയിലായിട്ടുള്ള ഒരു പ്രായം, അതായത് ഒരു ഇടപ്രായത്തിലുള്ള ഒരു കമ്പാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് നമ്മൾ ടെക്നിക്കലി സോഫ്റ്റ് വുഡ് എന്നാണ് പറയുക. ഈ സോഫ്റ്റ് വുഡ് നമ്മളെങ്ങനെ തിരിച്ചറിയുക? അതിനൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. അതായത് പൂ വിരിഞ്ഞ് കൊഴിഞ്ഞ ഉടനെയുള്ള കമ്പ് എന്ന് പറയുന്നത് സോഫ്റ്റ് വുഡാണ്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. ഇനി കമ്പ് മുറിക്കേണ്ട സമയം എപ്പോഴും രാവിലെ 10 മണിക്ക് മുൻപായിട്ട് കമ്പ് മുറിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ചെടികളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ കമ്പ് നല്ല ഫ്രഷ് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും രാവിലെ ഒരു 10 മണിക്ക് മുൻപായിട്ട് കമ്പ് മുറിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി കമ്പിൻ്റെ വണ്ണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരുപാട് വണ്ണമുള്ളതും തീരെ വണ്ണം കുറഞ്ഞതായിട്ടുള്ള കമ്പുകൾ നമ്മൾ സെലക്ട് ചെയ്ത് മീഡിയം സൈസായിട്ടുള്ള കമ്പുകളാണ് പെട്ടെന്ന് വേര് പിടിക്കാൻ നല്ലത്. അപ്പോൾ അതേപോലുള്ള കമ്പ് സെലക്ട് ചെയ്യുക. ഇനി കമ്പ് മുറിച്ച ഉടനെ നിങ്ങൾ നടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ കമ്പിട്ട് വയ്ക്കുക. മറ്റൊന്നിനുമല്ല, കമ്പ് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനായിട്ട് നടീൽ മിശ്രിതം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നടീൽ മിശ്രിതം തയ്യാറാക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നടീൽ മിശ്രിതം ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വായുസഞ്ചാരം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇതിൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോകണം, വെള്ളം കെട്ടി നിൽക്കരുത്. ഈ 2 കാര്യങ്ങളും നടീൽ മിശ്രിതം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് മണ്ണും പെർലൈറ്റും ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്തിട്ടാണ്, 1:1 റേഷ്യോയിൽ. പെർലൈറ്റിന് പകരം നമുക്ക് ചകിരിച്ചോറോ മണലോ ഉപയോഗിക്കാം. അപ്പം എന്താണോ നമ്മൾ മണ്ണിൻ്റെ കൂടെ ചേർക്കുന്നത് അതനുസരിച്ച് നനയിൽ ശ്രദ്ധിക്കുക. ഇനി അറ്റം മുറിക്കുമ്പോൾ ഇങ്ങനെ ചെരിച്ചിട്ടാണ്, കാണുന്നില്ലേ, ചെറിയൊരു ചെരിവുണ്ടായിരിക്കണം. അത് ക്ലീൻ ആയിരിക്കണം, ചതയാനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. നടുന്നേക്കാളും മുൻപ് നമ്മൾ കമ്പിൽ വൂണ്ടിങ് ദ സ്റ്റെം എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ചെറിയൊരു പോർഷൻ ചെത്തിക്കളയാണ്. ഈ വൂണ്ടിങ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേര് വരാൻ ബുദ്ധിമുട്ടുള്ള ഇനങ്ങൾക്ക് നമ്മൾ ഈ വൂണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മുറിച്ച് മാറ്റുന്ന ഭാഗം ഉണ്ടല്ലോ, ആ മുറിവുള്ള ഭാഗത്ത് മുഴുവൻ വേര് പെട്ടെന്ന് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൂണ്ടിങ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ചെത്തിക്കളഞ്ഞു. ഇനി ഇത് നമുക്ക് നേരെ നടാം. പിന്നെ ചെയ്യേണ്ട കാര്യം ഇലകൾ കളയലാണ്. മുകളിലത്തെ ഇതേപോലെ 1-2 ഇല നിർത്തി ബാക്കി എല്ലാ ഇലകളും പറിച്ച് കളയണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെടി കൂടുതൽ എനർജി വേര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടാണ്. അപ്പോൾ ഇല കൂടുതൽ നിർത്തിയാൽ അത് നടക്കില്ല. അപ്പോൾ 2 ഇലകൾ മാത്രം നിർത്തി ബാക്കിയെല്ലാം നമ്മൾ പറിച്ച് കളയും. ഇനി നമുക്കിത് നടാം. അപ്പം നടുന്നതിനേക്കാൾ മുൻപ് ഈ അറ്റം റൂട്ട് ഹോർമോണിൽ ഡിപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അത് നിർബന്ധമല്ല, പക്ഷേ ഈ പനിനീർ റോസ് എപ്പോഴും വേര് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഏതെങ്കിലും റൂട്ട് ഹോർമോൺ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ തേനാണ് എടുത്തിരിക്കുന്നത്. തേനൊരു നാച്ചുറൽ റൂട്ടിങ് ഹോർമോണാണ്. അപ്പം അതിൽ ഒന്ന് ഈ അറ്റം ഭാഗം മുക്കി എടുക്കാം. അങ്ങനെ തേൻ മുക്കി നമുക്കിത് നടാം. ആദ്യം ചെറിയൊരു കുഴി ഉണ്ടാക്കണം. ഈ കമ്പ് നമുക്ക് ഇതിലേക്ക് നടാം. നട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് നനയ്ക്കണം. വെള്ളം ഫോഴ്സിൽ ഒഴിക്കരുത്, അതൊക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വെക്കുന്ന സ്ഥലമാണ്. അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് വേണം. റോസിന് നമുക്കറിയാലോ, നന്നായിട്ട് സൂര്യവെളിച്ചം വേണം. ഇതിപ്പോൾ കമ്പ് നമ്മൾ മുറിച്ച് നട്ടിട്ടേ ഉള്ളൂ. അപ്പം നേരിട്ട് സൂര്യവെളിച്ചം തട്ടുന്നൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പോട്ട് മീഡിയം പെട്ടെന്ന് ഡ്രൈ ആവും, അതൊരു കാര്യം. പിന്നെ ഈ കമ്പിന് സൂര്യവെളിച്ചത്തിൽ നിന്ന് വരുന്ന ആ ഒരു ചൂട്, അത് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ വളർച്ചയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ട് എന്തായാലും വേണം, എന്നാൽ നേരിട്ട് സൂര്യവെളിച്ചം ഏൽക്കാത്തൊരു സ്ഥലം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നടീൽ മിശ്രിതം ഒരിക്കലും ഉണങ്ങാൻ അനുവദിക്കരുത്. എപ്പോഴും ഒരു നനവ് ഉണ്ടായിരിക്കണം. അതിൽ വെള്ളം കെട്ടി നിൽക്കലല്ല, പക്ഷെ ഒരു നനവ് എപ്പോഴും വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് വേര് പെട്ടെന്ന് വരിക. ഇനി ചില സമയത്തുണ്ടല്ലോ, നമ്മളിങ്ങനെ കൊമ്പ് നട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ ഇവിടെ നിന്നൊക്കെ നിറയെ പുതിയ നാമ്പുകൾ വരും. അപ്പോൾ നമ്മൾ സന്തോഷിക്കും, വേര് വന്നു, പുതിയ ഇലകളൊക്കെ വന്നു എന്ന്. പക്ഷെ അങ്ങനെ കാണുമ്പോൾ വേര് വന്നു നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ ഇവിടെ ഓൾറെഡി ബഡുകളുണ്ടല്ലോ, ലീഫ് ആക്സിൽ
മുൻപേ ബഡ്ഡുകളുണ്ട്, അത് വളർന്നു വരുന്നതാണ്. അപ്പം അത് കണ്ടിട്ട് നമുക്ക് വേര് വന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് ആ ബഡ്ഡുകളൊക്കെ ഇതേപോലെ നന്നായിട്ട് വളർന്ന് ഫുള്ളി ഡെവലപ്ഡ് ലീഫായിട്ട് മാറുകയാണെങ്കിൽ മാത്രമേ വേര് വന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. വേര് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സാധാരണ പോട്ടിംഗ് മീഡിയത്തിലേക്ക് മാറ്റാം. നമ്മൾ നട്ട റോസിൻ്റെ കമ്പ് അങ്ങനെ പൊടിച്ചു കേട്ടോ. ഇതിപ്പോൾ ഒരു 3 മാസമായി, നമ്മൾ നട്ടിട്ട് 3 മാസമായി. 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇനി ഷൂട്ട് ബഡ് വന്നത്. ഷൂട്ട് ബഡ് എന്ന് പറഞ്ഞാലേ പുതിയ ഇലകളൊക്കെ വരാനുള്ള ഒരു പൊടിപ്പ് ഈ കാണുന്നില്ലേ, അതാണ് ഷൂട്ട് ബഡ്. ഇനി ഇതിപ്പോൾ പനിനീർ റോസിൻ്റെ കാര്യത്തിലാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. പനിനീർ റോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് ഇല പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വെറൈറ്റിയാണ്. ബാക്കി റോസ് എന്ന് പറയുമ്പോൾ സാധാരണ നാടൻ റോസ്, വെള്ള അല്ലെങ്കിൽ മജന്ത നമ്മൾ കാണുന്നത്, അല്ലാതെ കുഞ്ഞിയ റോസുകളില്ലേ പിങ്ക് കളറിലൊക്കെയുള്ള റോസ്, അതിനൊന്നും ഇത്ര സമയമൊന്നും എടുക്കില്ല. ഇതേപോലെ കെയർ ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ മണ്ണിൽ നമ്മൾ സാധാരണ മുറ്റത്ത് ചുമ്മാ കമ്പ് കുഴിച്ചിട്ടാലും അത് ഇതുപോലെ പെട്ടെന്ന് പിടിച്ചു വരും. പക്ഷേ ഈ പനിനീർ റോസ് കാര്യം അങ്ങനെയല്ല, കമ്പ് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം. അതുകൊണ്ടാട്ടോ ഈ 3 മാസമൊക്കെ എടുത്തത്, അല്ലെങ്കിൽ ഇത്രയ്ക്കൊന്നും സമയം എടുക്കില്ല. ഇനി ഇത് ഇപ്പോഴൊന്നും നമുക്ക് റീപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നമുക്ക് കാണുമ്പോൾ അറിയാലോ, കുറച്ച് മെച്യൂറായി, മാറ്റി നടാനൊക്കെ ഉള്ളൊരു ആരോഗ്യമുണ്ട്, പിടിച്ച് നിൽക്കാനുള്ളൊരു ആരോഗ്യമുണ്ട് എന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ നമുക്കിത് വലിയ ചട്ടിയിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് മാറ്റാറായിട്ടില്ല. അങ്ങനെ നമ്മൾ റോസാ ഇത്രയും വലുതായി കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് മാറ്റി നടാം, വലിയ ചട്ടിയിലേക്ക് നടാം. ഇതിപ്പോൾ നമ്മൾ ചെറിയ ചട്ടിയിലല്ലേ വെച്ചിരിക്കണേ, വലിയ ചട്ടിയിലേക്ക് മാറ്റി നടാം. നടേണ്ടതും പരിചരിക്കേണ്ടതൊക്കെ നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന റോസ ചെടി എങ്ങനെ പരിചരിക്കണം എന്നൊരു വീഡിയോ ഉണ്ടല്ലോ, അതിൽ പറഞ്ഞിരിക്കണ പോലെ തന്നെ കേട്ടോ. ഇങ്ങനത്തെ നാടൻ റോസും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗി കൂടെയുള്ളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാം. ഇനി എന്താ, ഒരു കാര്യം പറയാനുണ്ട്. കൊമ്പ് കണ്ടില്ലേ, ഇതിന് സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് ഒന്നുമില്ല കണ്ടോ. ഒരുവിധം എല്ലാ ചെടികളിലും ഇങ്ങനെയാണ്. തെങ്ങും കവുങ്ങൊക്കെ ഒഴിച്ചിട്ടോ, ബാക്കി എല്ലാത്തിലും ഈ തുമ്പ് ഭാഗം ഇങ്ങനെ തന്നെ നിൽക്കുമ്പോൾ സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് വരില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലറിയാം. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് സയൻസ് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കില്ലേ. പക്ഷെ അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെടികളിൽ 2-3 ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്. അതിൻ്റെ വളർച്ചേനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ. ഇപ്പോൾ ഈ ഒരു കമ്പിൻ്റെ ഏറ്റവും മേൽഭാഗം ഇവിടെ ഒരു ഹോർമോൺ ഇങ്ങനെ കൂടുതലായിട്ട് കാണപ്പെടും. ഓക്സിൻ എന്നാണ് അതിന് പറയുക. ആ ഹോർമോൺ അവിടെ ഉള്ളപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ കൊമ്പ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിനെ ഈ ഓക്സിൻ സപ്രസ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ ഈ ഭാഗം ഇവിടെ ഉള്ളിടത്തോളം കാലം മറ്റേ ഹോർമോണിന്, സൈറ്റോകൈനിൻ എന്നാണ് അതിന് പറയുന്നത്, ആ ഹോർമോണിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബഡ് പ്രൂണിങ് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ കാണിച്ച അതേ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത്. അതല്ലാതെ നമ്മൾ മുട്ട് മാത്രം നുള്ളി കളയുമ്പോൾ ശരിയാണ്, നമ്മൾ പറഞ്ഞ പോലെ എനർജി, അതായത് പൂ വിരിയാനുള്ള എനർജി ചെടിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് ഒന്നും വരില്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെടി ഹെൽത്തി ആവുകയല്ല ചെയ്യുക, ചെടി വീക്കായി വരികയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.